എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇച്ചിരി തിരക്കുള്ള ദിവസമാണ് കേട്ടാ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇച്ചിരി വൈകിപ്പോയി. അതുകൊണ്ട് എഴുന്നേറ്റപ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ പണിയുടെ ഇടയിൽ കൂടി ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ നടക്കുകയാണ്. ഈ വെള്ളം കുടിച്ച് തീർത്തിട്ട് വേണം ചായ കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു. പിന്നെ ചായ വെച്ച് കുടിച്ചു. രാവിലെ തന്നെ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ്. വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിച്ചു. ചായ കുടിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ ചോറാണ് കഴിക്കണത്. ചോറും തക്കാളി വാട്ടിയതും പപ്പടമാണ് കഴിക്കണത്. രാവിലെ പലഹാരമൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കാറ്. മിക്കപ്പോഴും രാവിലെ ചോറാണ്. അതാകുമ്പോൾ എളുപ്പമാണല്ലോ. അങ്ങനെ രാവിലെ ചോറ് കഴിച്ചു. പിന്നെ ഉച്ചയായി. പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്നു. അപ്പോൾ പണിയെന്ന് ഉദ്ദേശിച്ചത് വീട്ടിലെ ജോലികളാണ് കേട്ടോ. അലക്കാനും വിരിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വിശന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയാണ്. ചോറ് തക്കാളി വാട്ടിയത് ഒരു മീൻ വറുത്തതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇട സമയങ്ങളിൽ ഒന്നും കഴിച്ചില്ലായിരുന്നു. രാവിലെ ആ ചോറ് കഴിച്ചതാണ്. പിന്നെ വേറെ ഒന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു 3 മണി 2:45 ആയപ്പോഴത്തേക്കും ഞാൻ ചായ വെച്ചായിരുന്നു. ചായയും എരിവുള്ള മിച്ചറാണ് കേട്ടോ കഴിക്കണത്. എനിക്ക് ചായയുടെ ഒപ്പം എരിവുള്ള മിച്ചർ, ഇങ്ങനെ എരിവുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും പുറത്തുനിന്ന് എല്ലാം മേടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇടയ്ക്കുള്ളതാണ് കേട്ടോ. പുറത്തുനിന്നൊക്കെ എല്ലാം മേടിച്ച് കഴിക്കാറുണ്ട് രാത്രിയിൽ. അങ്ങനെ പോണ വഴിക്ക് ഗേറ്റ് അടയൊക്കെ കിട്ടി. അപ്പോൾ തീവണ്ടിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പയ്യെ പോവാന്ന് വിചാരിച്ചു. ഗേറ്റ് അടയൊക്കെ കിടക്കുകയാണ്. ഇനി തീവണ്ടി പോയതിന് ശേഷം ഗേറ്റ് തുറക്കും. അപ്പോൾ ഞങ്ങൾ പോവും. ഇങ്ങനെ എത്ര പേർക്ക് ഇഷ്ടമാണ് രാത്രിയൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കാനൊക്കെ ആയിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഞാൻ തന്നെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മടുക്കും. അപ്പോൾ ഇതുപോലെ രാത്രിയിൽ ഇടയ്ക്ക് ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിക്കാറുണ്ട്. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ ആയിട്ട്. പകലൊന്നും വേറെ എങ്ങും പോകണില്ലല്ലോ. സ്കൂളിലും അംഗനവാടിയിലും മാത്രമല്ലേ പോകണുള്ളൂ. അപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ മിക്കപ്പോഴും ഞങ്ങൾ ഇറങ്ങാറുണ്ട്. ഇതുപോലെ ഫുഡ് മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇറങ്ങാറുണ്ട്. ചുമ്മാ കറങ്ങാനാണെങ്കിലും ചുമ്മാ ഇങ്ങനെ ഇറങ്ങാറുണ്ടോ ഒന്ന് ചുറ്റാനായിട്ട്. അങ്ങനെ ഫുഡ് മേടിക്കാനായിട്ട് പോണ വഴി ഞങ്ങൾ ഒരു ജ്യൂസ് മേടിച്ചായിരുന്നിട്ടാ. ഇത് ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ. കഴിക്കാനും ഉണ്ടാവും കുടിക്കാനും ഉണ്ടാവും, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കുപ്പിയിൽ കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ അതൊരെണ്ണം മേടിച്ചു. 50 രൂപ. ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചു അത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് വീട്ടിലെത്തിയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പുണ്ട്. ഇതാ ബീഫ് ബിരിയാണിയാണ് മേടിച്ചത്. കാരണം കുറേ നാളായി ബീഫ് ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ ബീഫ് ബിരിയാണി മേടിച്ചു. ബീഫ് ബിരിയാണി, സള്ളാസ്, പിന്നെ ഈന്തപ്പഴം നാരങ്ങയും കൂടിയുള്ള അച്ചാറാണത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പിടി പിടിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചോ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടാ. പിള്ളേരവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.